എറണാകുളം ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക ബഡ്ജറ്റ് വലിയ അഭിമാനത്തോടെയും അതോടൊപ്പം തന്നെ സന്തോഷത്തോടെയുമാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിൻഡ ജേക്കബ് അവതരിപ്പിച്ചത്. സമസ്ത മേഖലകളിലും പുതിയ വികസന കാഴ്ചപ്പാടോടുകൂടി പുതിയ ഒരു തുടക്കത്തിന് ആരംഭം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ മേഖലകളെയും വിട്ടുപോകരുത്, അവിടെയൊക്കെ തന്നെയും പുതിയ കാലഘട്ടത്തിനെ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ബജറ്റിലെ നിർദ്ദേശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എറണാകുളത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ്. അതോടൊപ്പം അതിനോട് ഉൾച്ചേർന്ന് വരുന്ന സാമൂഹ്യമായ പ്രത്യേകതകളും ഒരു വശം തന്നെയാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് വ്യക്തമായി 3 മേഖലകളായി അതിരിടുന്ന, പ്രത്യേകിച്ചും തീരമേഖലയും അതുപോലെ തന്നെ മലനാടും ഇടയിൽ വരുന്ന പ്രത്യേകിച്ചും സാമ്പത്തിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഒരു പ്രദേശം കൂടി ഉൾപ്പെടുന്ന ഈ മേഖലയിൽ കൂടി വരുന്ന ഇടനാടുകൾ ഉൾപ്പെടുന്നതാണ് ശരിക്കും എറണാകുളം ജില്ല. അപ്പൊ അതിന്റെ പ്രത്യേകതയും അവിടെയുള്ള ജനവിഭാഗങ്ങളുടെ സോഷ്യൽ ആയ സാമ്പത്തിക വശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പദ്ധതി തയ്യാറാക്കാൻ കഴിയൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ ഒക്കെ തന്നെയും പരിപോഷിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ ജനവിഭാഗത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണം എന്നാണ് ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ട വിഭാഗങ്ങൾ പ്രത്യേകിച്ചും വയോജനങ്ങള്, കുട്ടികള്, സ്ത്രീകള്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് അടങ്ങുന്ന വിഭാഗം, അതുപോലെ ഭിന്നശേഷിക്കാര്, ഭിന്നലിംഗക്കാര്, ഇവരെയൊക്കെയും നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് പ്രത്യേകമായി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു ബജറ്റാണ് 2026-27 വാർഷിക ബജറ്റായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾ, പ്രത്യേകിച്ചും വനിതകളുടെ ക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വനിതകളുടെ സാമ്പത്തിക ഉന്നതി ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുകയാണ്. അവരുടെ സാമൂഹ്യമായ ഉന്നതി എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തികമായ ഉന്നതി കൂടിയാണ് എന്നതുകൊണ്ട് അവരുടെ ജോലി സാധ്യത കൂടുതൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ എന്റർപ്രണർഷിപ്പിനും ഒക്കെ പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. വനിതകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് 5000 വനിതകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ജോബ് പോർട്ടൽ തുടങ്ങുന്ന ഒരു വലിയ സ്വപ്നം ഈ ബജറ്റ് പങ്കുവെക്കുകയാണ്. അതോടൊപ്പം കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ ഇടപെടലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും കായികമായ അല്ലെങ്കിൽ കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ബജറ്റിൽ നടത്തിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമാണ്. വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ ശാരീരികമായ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അവർക്ക് വേണ്ട പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നടത്തുന്നതിനാണ് ബജറ്റിൽ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭിന്നശേഷിക്കാരുടെ ക്ഷേമം. നമുക്കറിയാം അവർക്ക് സ്വാഭിമാനത്തോടെ നിവർന്നു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ ഫാമിലിയുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ വലിയ മാനസികവും അതുപോലെ സാമ്പത്തികവുമായിട്ടുള്ള പിന്തുണയൊക്കെ നമുക്ക് നൽകേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ പ്രത്യേകിച്ചും അവരുടെ സ്കോളർഷിപ്പ് ആണെങ്കിലും അവർക്ക് ന്യൂറോ സെൻസറി പാർക്കുകളും ഇടങ്ങളുമാണെങ്കിലും അതുപോലെ തന്നെ അവർക്ക് 18 വയസ്സിന് ശേഷമുള്ളവരുടെ പുനരധിവാസമാണെങ്കിലും ഒക്കെ തന്നെ ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഭിന്ന ലിംഗക്കാരുടെ പ്രശ്നം ഒരു പ്രധാന വിഷയമാണ്. എറണാകുളം അതിന്റെ ഒരു ഹബ്ബാണ്. അത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ വലുതാണ്. കാരണം ഇവർ സ്കാറ്റേഡ് ആണ്. അവർ പലപ്പോഴും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ സ്ലീപ്പിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് പലരും തുടരുന്നത്. അത് അവരുടെ സാമൂഹ്യമായ പശ്ചാത്തലം അവരെ അതിന് നിർബന്ധിതരാക്കുകയാണ്. അപ്പൊ അവരും മനുഷ്യരാണ്. അവർക്ക് എല്ലാവരെ പോലെ തുല്യതയോടെ ജീവിക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്.
അതുകൂടാതെ പോസ്റ്റ് ഓപ്പറേഷണൽ പ്രശ്നങ്ങളും ഹോർമോണൽ പ്രോബ്ലംസും ഒക്കെ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ഈ ബജറ്റിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അവർക്ക് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തൊഴിൽ മേഖലകളിൽ അവർക്ക് പരിശീലനം നൽകി അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി അവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത കൂടി തുറന്നിടുന്ന ബജറ്റാണ് 2026-27 ബജറ്റായി നമ്മൾ അവതരിപ്പിച്ചത്. അത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തുക ഈ വർഷം നമ്മൾ മാറ്റിവെക്കുന്നു. 18 കോടി രൂപ വിവിധ ജനറൽ വിഭാഗത്തിനും പട്ടിക വിഭാഗത്തിനും പട്ടിക വർഗ വിഭാഗത്തിനുമായി 18 കോടി രൂപയാണ് ഈ വർഷം ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലൈഫ് ഭവന പദ്ധതി PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കാർഷിക മേഖലയുടെ വലിയ പ്രാധാന്യവും നൽകുന്ന ഒരു ബജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതില് കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കാർഷിക ഇതര വരുമാനത്തിനും കാർഷിക മേഖലയിൽ നമുക്കറിയാം ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല, വിപണി കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെയാണ് വലിയ പ്രശ്നം. അതുകൂടാതെ അതിൽ ഉപയോഗിക്കുന്ന വളവും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള വില കൂടുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഈ മേഖല, സ്റ്റോറേജിന്റെ പ്രശ്നമുണ്ട്, അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ തന്നെ നമുക്ക് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് പുരോഗതിക്ക് അനിവാര്യമായ വിപണി കണ്ടെത്താനുള്ള സഹായം കൊടുക്കുന്നതിനും അവർക്ക് വിപണിയുടെ ആധുനികവൽക്കരണത്തിന് വേണ്ട സഹായം നൽകുന്നതിനും ഒക്കെ തന്നെ നമ്മൾ പദ്ധതി ഈ 2026-27 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ കാര്യമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു ശ്രമം, പ്രത്യേകിച്ച് നമ്മുടെ നേര്യമംഗലം ഫാം, ആലുവ ഫാം ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് ഫാമുകൾ. നേര്യമംഗലാണെങ്കിൽ മൂന്നാറിന്റെ ഒരു ഹബ്ബാണ്. 250ഓളം ഏക്കർ സ്ഥലമാണ് ആ ഫാമിനുള്ളത്. ആ ഫാമിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സപ്പെടുത്താതെ ആ ഫാം ജനങ്ങൾക്ക് കണ്ടുപോകുന്നതിനും സന്തോഷകരമായി മൂന്നാറിന്റെ ഒരു ഇടത്താവളമായി ഈ നേര്യമംഗലത്തെ മാറ്റുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടൽ ഈ ബജറ്റ് സ്വപ്നം കാണുകയാണ്. അതുകൂടാതെ ആലുവ ഫാം നമുക്ക് അറിയാം, സീഡ് ഫാമാണ്. അവിടെ നമ്മൾ ഒരു നാട്ടറിവ് മ്യൂസിയം കൂടി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുകയാണ്. അവിടെ തന്നെ പുതിയ കാലഘട്ടത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബായി കൂടി ആലുവ ഫാമിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി കൂടി നമ്മൾ ഈ ബജറ്റിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് കലാ സാംസ്കാരിക മേഖലകളിലും അതുപോലെ പരമ്പരയിലും ട്രൈബ്സിന്റെ തനത് പാരമ്പര്യം നിലനിർത്തുന്നതിനാണ് ഒക്കെ തന്നെയുള്ള ഇടപെടൽ ഈ ബജറ്റിലൂടെ നടത്താനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് പരമ്പരാഗത വ്യവസായങ്ങൾ, കളിമൺ പോലെയുള്ള വ്യവസായങ്ങൾ, അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഈറ്റമുള പോലെയുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൂടാതെ ടൂറിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് വയലോര ടൂറിസം, അതുപോലെ തന്നെ നമുക്ക് തോടുകളും പുഴകളും ഒക്കെ നമ്മുടെ ടൂറിസം മേഖലകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, അതുപോലെ അക്വാ ടൂറിസത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതിനുള്ള ഇടപെടൽ, അവിടെയൊക്കെ തന്നെയും സ്ത്രീകളുടെയും മറ്റ് ഇതര വിഭാഗക്കാരുടെയും ഒക്കെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യത കൂടി ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ആ സാധ്യത കൂടി നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന ശ്രമം നടത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനമായി കാണുന്നത് അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ അതും തൊഴിൽപരമായ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹൈടെക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള 58ഓളം സ്കൂളുകളുണ്ട് നമുക്ക്. ആ സ്കൂളുകൾ അത്തരത്തിൽ മാറ്റുന്നതിനും അവിടുത്തെ ലാബ് ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടർ ലാബിന്റെ ഫെസിലിറ്റീസ്, അതുകൂടാതെ അവിടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കരിയർ ഗൈഡൻസ് ഉൾപ്പെടുത്തി സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി, പ്രത്യേകിച്ചും കായിക അധ്യാപകർ അടക്കം കൗൺസിലേഴ്സ് അടക്കമുള്ളവരുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കൂടി നമ്മൾ ഈ ബജറ്റിൽ ലക്ഷ്യം വെക്കുകയാണ്. അങ്ങനെ സമസ്ത മേഖലയിലും ഇടപെടുന്നതിന് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പട്ടികജാതി മേഖലകളിൽ പ്രത്യേകിച്ചും അവരുടെ കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. അത് കൂടാതെ അവർക്ക് അവരുടെ പട്ടികജാതി സങ്കേതങ്ങൾ അല്ലെങ്കിൽ ഉന്നതികളെ സമഗ്ര വികസനം നമ്മൾ ലക്ഷ്യമിടുകയാണ്. അതായത് ഒരു എന്താ പറയാ, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് ഏറ്റവും യോജിച്ച തരത്തിലേക്ക് സങ്കേതങ്ങളെ മാറ്റുന്നതിന് വേണ്ടി അവിടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതിയാണ് ഈ ബജറ്റിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ST മേഖലകളിലും ഇതേ കാഴ്ചപ്പാടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. കൂടാതെ അവിടുത്തെ ഗോത്ര സമൂഹത്തിന്റെ പ്രത്യേകതകളെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ ഊർജ്ജ ആവശ്യങ്ങളെ പ്രത്യേകമായി കൺസിഡർ ചെയ്യുക, പ്രത്യേകിച്ചും അവരുടെ ഇന്റർനെറ്റ് അടക്കമുള്ള അക്സസിബിലിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന ഇടപെടൽ കൂടി നമ്മൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തീരദേശ മേഖലയെ നമ്മൾ ഒട്ടും അവഗണിച്ചിട്ടില്ല. അവരുടെ ആ തീരദേശ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിന്റെ സാധ്യതയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത കാര്യം, അതുകൂടെ തന്നെ
മത്സ്യമേഖല ഫേസ് ചെയ്യുന്ന ഈ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിനെയൊക്കെയും അഡ്രസ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മീൻ പുതിയ നല്ല മത്സ്യം അതും ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, മത്സ്യത്തിന്റെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭക സാധ്യതകളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഈ ബജറ്റിൽ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ വിഷയമുണ്ട്. ആ വന്യജീവിയുമായി ബന്ധപ്പെട്ട മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിന് പരമാവധി ഒരു സെക്യൂറായി ജനത്തിന് ജീവിക്കുന്നതിന് വേണ്ടി ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഈ ബജറ്റിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് തെരുവ് നായയുടെ പ്രശ്നം എടുത്തു പറയേണ്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ഒരു കളക്റ്റീവായി നടത്തുന്നതിനുള്ള ശ്രമമാണ്. ഇതിനു മുമ്പ് നമ്മൾ ആ കോടതി വിധികളെയൊക്കെ മാനിച്ചുകൊണ്ടുള്ള ഇടപെടലിന് സാധ്യമാണ്. കൂടാതെ നമുക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ തെരുവുനായെ വന്ധീകരിച്ചതിന് ശേഷം തിരിച്ച് അതേ ആവാസ വ്യവസ്ഥയെ കൊണ്ടുവിടുന്നു എന്നുള്ള ഒരു പ്രശ്നം, അത് വേറെ ഒരു സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ക്യാമ്പസുകളിൽ സ്ഥലം കൂടുതലുള്ളിടത്ത് 1-1.5 ഏക്കറൊക്കെ സ്ഥലം എടുത്തുകൊണ്ട് CSRന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് അവിടെ ഷെൽട്ടറുകൾ കൂടി സ്ഥാപിച്ച് NGOസിന്റെ സഹകരണത്തോടെ ഒരു പുതിയ കാഴ്ചപ്പാട് സൃഷ്ടിക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നടത്തുകയാണ്, ആരംഭിക്കുകയാണ്. അത്രമാത്രം സക്സസ്ഫുൾ ആവുന്നുള്ള പരീക്ഷിച്ച് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഓരോ പരീക്ഷണങ്ങളും കൂടുതൽ നന്മയായ പ്രവർത്തനം ഉണ്ടാകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും സമഗ്രമായും എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ശ്രമിക്കുന്ന ഒരു ബജറ്റാണ്. തീർച്ചയായും അത് എല്ലാ മേഖലയ്ക്കും പ്രത്യേകമായി പരിഗണന നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബജറ്റ് വളരെ മനോഹരമായി അവതരിപ്പിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച വൈസ് പ്രസിഡന്റ് സിൻഡ ജേക്കബും അവരുടെ ടീമിനും പ്രത്യേകമായ അഭിനന്ദനം കൂടി പറയാൻ ഈ അവസരം വിനിയോഗിക്കാം.